ഞാൻ ശ്രുതി. വോയിസ് ഓഫ് യൂണിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റ് പരിചയപ്പെടാം. ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പലതരത്തിലുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഉണ്ട്. 5 ലിറ്ററിന്റെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉണ്ട്, 10 ലിറ്ററിന്റെ ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉണ്ട്, മെഡിക്കൽ ഗ്രേഡ് അല്ലാത്തത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോർട്ടബിൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അങ്ങനെ പലതരത്തിലുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഉണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 5 ലിറ്ററിന്റെ മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പല കമ്പനികൾക്കും പല മോഡലുകളുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോങ്ഫി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു 5 ലിറ്ററിന്റെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ്. ലോങ്ഫി എന്ന് പറഞ്ഞ കമ്പനി 25 വർഷത്തിന്റെ മുകളിലായിട്ട് ഫീൽഡിലുള്ള കമ്പനിയാണ്. ഓക്സിജൻ മേഖലയിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന മേഖലയിലുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ നമുക്ക് അവരുടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമുക്ക് കാണാം. അതിന്റെ മോഡൽ വരുന്നത് 5AW. ഇവർക്ക് തന്നെ 5 ലിറ്ററിന്റെ വേറെ മോഡൽ ഉണ്ട്. 5BW ഉണ്ട്. BW കുറച്ച് ബൾക്കി സൈസ് ഒക്കെയാണ്. ഇത് നമ്മൾ 5AW ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് മെഷീൻ എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഈ 5 ലിറ്ററിന്റെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ. ലോങ്ഫി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ്. ഈ മെഷീനിന്റെ സാധാരണ ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സിന്റെ പോലെ തന്നെ നമുക്ക് താഴെയായിട്ട് 4 വീലുകൾ കൊടുത്തിട്ടുണ്ട്. 4 വീലിൽ 2 വീലിൽ ബ്രേക്ക് വരുന്നു. ബാക്കിൽ വരുന്ന 2 വീലുകളിൽ ബ്രേക്ക് വരുന്നുണ്ട്. മെഷീന്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ പവർ സോക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ പവർ സോക്കറ്റിന്റെ തൊട്ട് താഴെയായിട്ട് ഫ്യൂസ് വരുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ഹാൻഡിൽ പോലെ നമുക്ക് മെഷീൻ ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. മെഷീന്റെ ഈ സൈഡിലായിട്ടാണ് ഹ്യൂമിഡിഫയർ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഫ്ലോ റെഗുലേറ്റർ വരുന്നുണ്ട്. ഫ്ലോ റെഗുലേറ്ററും അതുപോലെ തന്നെ ഫ്ലോ മീറ്ററും ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഓക്സിജൻ ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഓക്സിജൻ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഹ്യൂമിഡിഫയർ ബോട്ടിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ അടിയിലായിട്ട് കുറച്ച് ഇൻഡിക്കേഷൻ LEDs കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടണും ഇവിടെ ടൈമിങ്ങിന്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീന്റെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഇവിടെ അതിന്റെ ഫിൽറ്റർ വന്നിട്ടുള്ളത്. ഇതിന്റെ ക്യാബിനറ്റ് ഫിൽറ്റർ ആണ്. ക്യാബിനറ്റ് ഫിൽറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർ എടുക്കുന്നത് ഈ വഴി കൂടെയാണ്, ഇതിൽ കൂടെയാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഫിൽറ്റർ വെച്ചിട്ട് പരമാവധി ഡസ്റ്റുകളൊക്കെ ഇതിൽ പിടിക്കും. അപ്പൊ നമ്മൾ കുറച്ച് ഡസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഫിൽറ്റർ ബ്ലാക്ക് കളറിലുണ്ട്. അപ്പൊ ഇതിൽ ഡസ്റ്റ് പറ്റി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഫിൽറ്റർ ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് ഇതിന്റെ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴാണ് പറയാം. കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം ഡസ്റ്റ് കാണുമ്പോൾ ഇത് ഊരിയെടുത്തിട്ട് ഈ ഫിൽറ്റർ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇതിൽ തന്നെ ഇൻസേർട്ട് ചെയ്യാം. ഫുള്ളായിട്ട് നമുക്ക് ഈ ഫിൽറ്റർ ഊരി ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. എടുത്ത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വരാം. അതുപോലെ തന്നെ ഈ ഫിൽറ്ററിൽ ഡസ്റ്റ് പിടിച്ചതിന് ശേഷമാണ് മെഷീന്റെ ഉള്ളിൽ വേറൊരു ഫിൽറ്റർ കൂടി വരുന്നുണ്ട്, ഈ ഫിൽറ്ററിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മെഷീന്റെ ഉള്ളിലുള്ള ഫിൽറ്ററിന് കൂടുതൽ ലൈഫ് കിട്ടും. ഈ ഫിൽറ്റർ മെഷീന്റെ ഉള്ളിലുള്ള ഫിൽറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഊരിയെടുത്തിട്ട് നമുക്ക് ഈ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാണ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റ് ഫിൽറ്റർ പരമാവധി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. ഡസ്റ്റ് കയറി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഈ ഫിൽറ്ററിൽ കയറി അത് കഴിഞ്ഞിട്ട് മെഷീൻ്റെ ഉള്ളിലത്തെ ഫിൽറ്ററും കയറി കഴിഞ്ഞിട്ടാണ് മെഷീന്റെ സീവ് ബെഡിലേക്ക് ഈ ഡസ്റ്റ് കയറാം. ആ സീവ് ബെഡിലേക്ക് ഡസ്റ്റ് കയറാൻ നമ്മൾ അവസരം കൊടുക്കരുത്. നമ്മൾ പരമാവധി അത് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെഷീന് കൂടുതൽ ലൈഫ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ മെഷീന്റെ ഒപ്പം പവർ കോഡ് വരുന്നുണ്ട്. ജസ്റ്റ് പവർ കോഡ് എടുത്ത് നമ്മൾ സോക്കറ്റിൽ കണക്ട് ചെയ്യാം. പിന്നെ ഹ്യൂമിഡിഫയർ ബോട്ടിൽ വരുന്നുണ്ട്. പിന്നെ നാച്ചുറൽ കാരല, പിന്നെ സിലിക്കൺ ട്യൂബ്. ഇതാണ് മെഷീന്റെ ഒപ്പം വരുന്ന ഹ്യൂമിഡിഫയർ ബോട്ടിൽ. ഹ്യൂമിഡിഫയർ ബോട്ടിൽ മാക്സിമം മിനിമം അടയാളം കൊടുത്തിട്ടുണ്ട്. ഈ മാക്സിമം ഏരിയന്റെ അതുവരെ നമ്മൾ വെള്ളം നിറയ്ക്കാം. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂരിഫൈഡ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ നമുക്ക് ഇതിൽ നിറയ്ക്കാം. ഇതിന്റെ മിനിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റീഫില്ല് ചെയ്യാം. നമ്മൾ പരമാവധി എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. ബോട്ടിലിന്റെ ഇവിടെയായിട്ട് ഈ ട്യൂബിന്റെ എൻഡിലായിട്ട് ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അതൊന്ന് അടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഹ്യൂമിഡിഫയർ ബോട്ടിൽ വെക്കണം. മെഷീന്റെ ഒപ്പം തന്നെ ഒരു സിലിക്കൺ ട്യൂബ് വരുന്നുണ്ട്. നമ്മൾ ഓക്സിജൻ ഔട്ട്ലെറ്റിൽ നിന്ന് നേരെ ഹ്യൂമിഡിഫയർ ബോട്ടിലേക്ക് ഈ ട്യൂബ് കണക്ട് ചെയ്യുന്നു.
നാസൽ കാനുല നമ്മൾ ഹ്യൂമിഡിഫയർ ബോർഡിന്റെ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സിലിണ്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ നാസൽ കാനുല തന്നെ നമുക്ക് ഇതിലും കണക്ട് ചെയ്യാം. സെയിം ഡയമീറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ ഈ പവർ ഓൺ ഇൻഡിക്കേഷന്റെ തൊട്ട് സൈഡിലായിട്ട് കുറച്ച് ഇൻഡിക്കേഷൻസും കൂടി വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പവർ ഓൺ ഇൻഡിക്കേഷൻ, അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് PF എന്ന് കാണിച്ചിട്ടുണ്ട്. PF എന്താണെന്ന് വെച്ചാൽ പവർ ഫെയിലിയർ ഇൻഡിക്കേഷൻ ആണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഇൻഡിക്കേഷൻ വരും. ഇത് LP എന്ന് പറഞ്ഞ ലോ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിക്കേഷൻ വരും. പിന്നെ HP എന്ന് കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ T എന്നും കൊടുത്തിട്ടുണ്ട്. HP എന്താണെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ഇൻഡിക്കേഷൻ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മെഷീനിൽ എല്ലാത്തിനും സെപ്പറേറ്റ് ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെഷീനിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടായി നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം, ഇന്ന കാരണം കൊണ്ടാണ് മെഷീനിൽ കംപ്ലൈന്റ് ആയത്. ഇപ്പോൾ ഹൈ പ്രഷർ, അതിന്റെ ഒപ്പം തന്നെ ഹൈ ടെമ്പറേച്ചർ ഈ ഇൻഡിക്കേഷൻ തന്നെയാണ്. ഈ ഹൈ ടെമ്പറേച്ചർ പല കാരണം കൊണ്ട് വരും. ഒന്നില്ലാന്നുണ്ടെങ്കിൽ മെഷീൻ കുറെ നാളൊക്കെ ആയി കഴിഞ്ഞാൽ കംപ്രസറൊക്കെ ഓവർ ഹീറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ വരാൻ സാധ്യത. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കുറെ സ്ഥലങ്ങളിലുള്ള സർവീസിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് മെഷീൻ നാശമുണ്ടാന്ന് ചോദിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ മീതെ പുതപ്പ് എന്തെങ്കിലും പൊടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പുതപ്പ് എന്തെങ്കിലും ഇടുമ്പോൾ ഈ മെഷീൻസിന്റെ പെട്ടിയിൽ ഉണ്ടാവുന്ന ഒരു തെർമോകോൾ പീസ് ഉണ്ടല്ലോ, ആ തെർമോകോളിൽ തന്നെ മെഷീൻ ഇറക്കി വെച്ചിട്ട് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പല സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ട് ഓവർ ഹീറ്റ് ആയിട്ട് മെഷീന്റെ മെഷീന്റെ അടിവശത്തൊക്കെ ഉരുകിയിരിക്കുന്ന വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തായിട്ട്. അപ്പൊ അവര് മെഷീൻ കംപ്ലൈന്റ് ആവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. മെഷീൻ ഓവർ ഹീറ്റ് ആവുക ചെയ്യുമ്പോൾ മെഷീൻ വെക്കുമ്പോൾ നന്നായിട്ട് ചുമരിനോട് ചേർത്ത് വെക്കരുത്. അതുപോലെ തന്നെ മെഷീനിന് എപ്പോഴും എയർ സർക്കുലേഷൻ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഹീറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഹീറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ ഹൈ ടെമ്പറേച്ചർ ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പം നമ്മൾ പരമാവധി അങ്ങനെ ഹീറ്റ് ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ കുറേ വർഷങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിൽ കംപ്രസറൊക്കെ ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഹൈ ടെമ്പറേച്ചർ കാണിക്കും. അപ്പൊ ആ ഒരു ഇൻഡിക്കേഷനാണ് ഹൈ ടെമ്പറേച്ചർ കാണിക്കുന്നത്. പല കാരണങ്ങളും മെഷീനിൽ ഓവർ ടെമ്പറേച്ചർ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് LO2 എന്ന് കൊടുത്തിട്ടുണ്ട്. LO2 മീൻസ് ലോ ഓക്സിജൻ. ലോ ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഓക്സിജന്റെ പ്യൂരിറ്റി കുറയുന്ന ചില സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ഡസ്റ്റ് ഒന്നും ക്ലീൻ ചെയ്തില്ല, തോന്നിയ പോലെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ നാൾ കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഓക്സിജന്റെ പ്യൂരിറ്റി കുറയും. അപ്പൊ പ്യൂരിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്യൂരിറ്റി കുറയുന്നതാണ് ലോ O2 എന്ന് കാണിക്കുന്നത്. ചില പേഴ്സൺസ് പറയും നമുക്ക് ഓക്സിജൻ അങ്ങോട്ട് കിട്ടാത്തൊരു ഫീൽ വരാന്ന് വെച്ചാൽ ഓക്സിജന്റെ പ്യൂരിറ്റി കുറയാം. അങ്ങനെ പ്യൂരിറ്റി കുറയില്ല എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ലോ O2 കാണിക്കും. അപ്പുറത്തായിട്ട് ഹൈ O2 ഇൻഡിക്കേഷൻ. ഇത്ര ഇൻഡിക്കേഷൻസ് ആണ് മെഷീനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നാസൽ കാനിൽ എങ്ങനെയാണ് നമ്മൾ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരാം. പൊതുവെ ആളുകൾ വെക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് വെക്കും. ഇങ്ങനെ നാസൽ കാനിൽ വെക്കാം. ഇങ്ങനെ അല്ലാതെ ഇതിലും ബെറ്റർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ രാത്രിക്ക് എടുക്കുമ്പോൾ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിക്കുമ്പോൾ ലൂസായി പോരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയല്ലാതെ നമ്മൾ ഇവിടെ വെക്കാം. കറക്റ്റ് വെച്ച് ചെവിയുടെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നാസൽ കാനിന്റെ ഊരി പോരാൻ ചാൻസ് കുറവാണ്. കറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മെഷീൻ ഒന്ന് ഓൺ ആക്കാം. ജസ്റ്റ് മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ വന്നു. ഇവിടെ പവർ ഓൺ ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫ്ലോ കാണിച്ചിട്ടുണ്ട്. ഫ്ലോ ഇപ്പോൾ 2 ലിറ്ററിൽ വരുന്നുണ്ട്. ഫ്ലോ നമുക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ ഈ ഫ്ലോ റെഗുലേറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്ലോ ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് മെഷീൻ ഓഫ് ആക്കാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.